ഹായ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിരിക്കുന്ന പോലീസ് ഡ്രൈവർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ നമുക്കറിയാം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ബാഡ്ജ് റിലേറ്റഡ് ആയിട്ടുള്ള 30 മാർക്കിൻ്റെ ടോപ്പിക് ഉണ്ട് അല്ലേ. ആ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് പ്രകാരമുള്ള 30 മാർക്കിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ വരുന്നത് 71 തൊട്ട് 100 വരെയുള്ള ക്വസ്റ്റ്യനുകളാണ് കേട്ടോ. അഞ്ചാമത്തെ ടോപ്പിക്കായിട്ട് പറയുന്നതാണ് ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങൾ 30 മാർക്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ ഒരു ചാനലിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം ലേറ്റസ്റ്റ് ആയിട്ട് എടുക്കാൻ പോകുന്നത് 39/2024 എന്ന കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പോലീസ് ഡ്രൈവർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 71 തൊട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ജൂലൈ മാസം 2025 ജൂലൈ മാസത്തിൽ ഫയർമാൻ ഡ്രൈവർ, അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി, അതുപോലെ തന്നെ പോലീസ് ഡ്രൈവർ, വുമൺ പോലീസ് ഡ്രൈവർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ കം ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പരീക്ഷ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. നിലവിൽ അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഓക്കെ, കൺഫർമേഷൻ കൊടുത്താൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം 30 മാർക്കാണ്. 30 മാർക്കാണ് ഈ സെയിം സിലബസിൽ ഈ ഡ്രൈവർ പാർട്ട് എന്നുള്ളത് ഈ സെയിം 30 മാർക്കാണ്. അപ്പം ഓക്കെ, അപ്പോൾ ഇതിന് 71ാമത്തെ ക്വസ്റ്റിന് പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആർ സിയുടെ കാലാവധി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 10 വർഷം, 12 വർഷം, 15 വർഷം, 20 വർഷം എന്നാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 വർഷം കേട്ടോ. പുതിയതായി രജിസ്റ്റർ ചെയ്യുന്ന ആർ സിയുടെ കാലാവധി എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. 15 വർഷം ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ റിലേറ്റഡ് ഫാക്റ്റ് ആയിട്ട് ഒന്ന് 2-3 കാര്യങ്ങൾ പഠിച്ചിരിക്കാം അല്ലേ. ആർ സിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ആർ സി റിന്യൂ ചെയ്ത് കിട്ടുന്ന ആർ സിയുടെ കാലാവധി നോർമലായിട്ട് തരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 വർഷത്തേക്കാണ്. പിന്നെ റിന്യൂ ചെയ്ത് കിട്ടുന്ന എത്ര വർഷത്തേക്കാണ് ആർ സി റിന്യൂ ചെയ്യുന്നത് 5 ഇയർ അല്ലേ, 5 വർഷത്തേക്കാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ആർ സി ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോമുകളുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോം നമ്പർ 20 എന്ന് ഓർത്തിരുന്നേക്കാം കേട്ടോ. ഫോം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോം നമ്പർ 20. വേറൊരു ലൈൻ PDF പോലെ എടുക്കണം. ആർ സി ആയി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ആർ സി ആയി റിലേറ്റ് ചെയ്ത് പറഞ്ഞു കഴിയുമ്പം ആർ സിയുടെ ഫോം നമ്പർ, ആർ സിയുടെ ആപ്ലിക്കേഷൻ ഫോം നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോം നമ്പർ 20 അല്ല. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്ന ഫോം ഏതാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലേ. അതുപോലെ തന്നെ ആർ സിയുടെ ഫോം അപേക്ഷിക്കുന്ന ഫോം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോം നമ്പർ 20 എന്ന് ഓർത്തിരുന്നേക്കുക. അതുപോലെ തന്നെ ഈ ആർ സി റിന്യൂ ചെയ്യുന്നതിനുള്ള ഫോം, ആർ സി റിന്യൂ ചെയ്യുന്നത് എത്ര വർഷത്തേക്കാണ്? 5 വർഷത്തേക്കാണ് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ആർ സി റിന്യൂ ചെയ്യുന്നതിനുള്ള ഫോം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോം നമ്പർ 25 ആണെന്നും കൂടി ഒന്ന് ഓർത്തിരുന്നേക്കുക കേട്ടോ. ആർ സി റിന്യൂ ചെയ്യുന്ന ഫോം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോം നമ്പർ 25 ആണെന്നൊന്ന് ഓർത്തിരുന്നേക്കുക. ഓക്കെ, ഇനി ഈ ആർ സി ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെ, ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒരു വാഹനത്തിന് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ചെയ്യാത്ത വാഹനം നിരത്തിൽ ഇറക്കരുത് എന്ന് പ്രതിപാദിക്കുന്ന ഒരു വകുപ്പുണ്ട് അല്ലെ, ആക്ട് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആക്ട് ഉണ്ട്. അപ്പോൾ ഒരു വാഹനം രജിസ്റ്റർ ചെയ്യാതെ നിരത്തിൽ ഇറക്കരുത് എന്ന് പറയുന്ന മോട്ടോർ വാഹന നിയമത്തിലെ 1988 നമുക്കറിയാം നിയമം എന്ന് പറയുമ്പോൾ മോട്ടോർ വാഹന നിയമം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 1988 നിയമമാണ്. പിന്നെ അത് 2019 അമെൻഡ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്തിരിക്കുക. 1988 മോട്ടോർ വാഹന നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാഹനവും രജിസ്റ്റർ ചെയ്യാതെ നിരത്തിൽ ഇറക്കരുത് എന്ന് പറയുന്ന വകുപ്പ് അല്ലെങ്കിൽ സെക്ഷൻ അല്ലെങ്കിൽ ആക്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആക്ട് 39 പറഞ്ഞിരിക്കുന്നത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അങ്ങനെ ഒരു വ്യക്തി രജിസ്റ്റർ ചെയ്യാത്ത ഒരു വാഹനം നിരത്തിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം വാഹനങ്ങൾക്ക് ഫൈൻ ഈടാക്കുന്ന വകുപ്പ് ഏതാണ്? മോട്ടോർ വാഹന വകുപ്പ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 192ാമത്തെ വകുപ്പ് പ്രകാരമാണ് ഫൈൻ ഈടാക്കുന്നതെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചോദിക്കുകയാണെങ്കിൽ 191 1ാമത്തെ ഉപവകുപ്പിലാണ് പറയുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫോം 2025 കാര്യം ഓർത്തിരിക്കുക. ആക്ട് നമ്മുടെ നിയമം 1988 മോട്ടോർ വാഹന നിയമമാണെന്ന് ഓർത്തിരിക്കുക. അതിനകത്ത് സെക്ഷൻ്റെ കാര്യമാണ് പറയുന്നതെന്ന് ഓർത്തിരിക്കുക. സെക്ഷൻ ആക്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ CMVRൻ്റെ കാര്യമല്ല പറയുന്നത്, ആക്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് ആക്ട് 39 ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. നമുക്കറിയാം 1988 മോട്ടോർ വാഹന നിയമവും അതിലെ ചട്ടങ്ങളും നിലവിൽ വന്നതെന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1989 ജൂലൈ 1 അല്ലേ. CMVR റൂൾ നിലവിൽ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1989
ഓക്കെ. അപ്പോൾ ഈ 1988 വകുപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാഹനവും നിരത്തിൽ RC ഇല്ലാതെ ഇറക്കരുത് എന്ന് പറയുന്നത് 39, അങ്ങനെ ഇറക്കിയിട്ടുണ്ട്. ഫൈൻ ഈടാക്കുന്ന 192 1 ആണെന്ന് ഓർത്തിരുന്നേക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ 71ാമത്തെ ക്വസ്റ്റിനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമായിട്ടൊന്ന് ഓർത്തിരുന്നേക്കുക. ഓക്കെ. ഇനി രജിസ്റ്റർ ഓക്കെ, അത് മതി. കൂടുതൽ കാര്യങ്ങൾ ആയിട്ടുണ്ട്, ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോയ്ക്ക്. ഇനി 72ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഗുഡ്സ് വാഹനത്തിൻ്റെ ഭാരവും നിയമാനുസൃതമായി അതിൽ കയറ്റാവുന്ന സാധനങ്ങളുടെ ഭാരവും, കയറ്റാവുന്ന അല്ലേ ചരക്കിൻ്റെ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ഭാരവും 12 ടണ്ണിൽ അല്ലെങ്കിൽ 12,000 കിലോഗ്രാമിൽ കൂടുതലായാൽ, രണ്ട് രീതിയിലും ചോദിക്കാൻ കേട്ടോ. ഒന്നിൽ 12 ടണ്ണ് അല്ലെങ്കിൽ 12,000 കിലോഗ്രാം അല്ലേ, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. 1000 കിലോഗ്രാം എന്ന് പറയുന്നതാണ് 1 ടണ്ണ്. അപ്പോൾ 12,000 കിലോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 ടണ്ണ് അല്ലേ. അപ്പോൾ രണ്ട് രീതിയിൽ ഇത് ക്വസ്റ്റ്യൻ വരും. ഓക്കെ. അപ്പോൾ 12,000 ടണ്ണിൽ കൂടുതൽ ആയാൽ ആ വാഹനം താഴെ പറയുന്ന ഏത് കാറ്റഗറിയിൽ പെടും എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഗുഡ്സ് വാഹനങ്ങളുടെ ഭാരവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗുഡ്സ് വാഹനങ്ങളുടെ കാറ്റഗറിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഭാഗ്യവശാൽ ഇതിനകത്ത് N കാറ്റഗറി മാത്രമേ ഉള്ളൂ അല്ലേ. ഗുഡ്സ് വാഹനങ്ങളുടെ കാറ്റഗറിയാണ് N കാറ്റഗറി എന്ന് മെൻഷൻ ചെയ്യുന്നത്. സാധാരണ പാസഞ്ചർ വാഹനങ്ങളുടെ ആണെങ്കിൽ എങ്ങനെ വന്നേനെ, M കാറ്റഗറി എന്ന് വന്നേനെ അല്ലേ. യാത്രക്കാരുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് M കാറ്റഗറി എന്ന് വന്നേനെ. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഒരു ഗുഡ്സ് വാഹനത്തിൻ്റെ ഭാരവും നിയമാനുസൃതമായി അതിൽ കയറ്റാവുന്ന സാധനങ്ങളുടെ ഭാരവും 12 ടണ്ണിൽ കൂടുതലായാൽ ആ വാഹനം താഴെ പറയുന്ന ഏത് കാറ്റഗറിയിൽ പെടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ A ആണ് ഉത്തരമായി വരിക. ഏത് കാറ്റഗറിയിലാണ് പെടുക? കാറ്റഗറി N3യിലാണ് പെടുക എന്ന് ഓർത്തിരിക്കുക കേട്ടോ. കാറ്റഗറി N3യിലാണ് പെടുക എന്ന് ഓർത്തിരിക്കുക. ഓക്കെ. പിന്നെ ബാക്കിയുള്ള അപ്പോൾ ഓപ്ഷനുകൾ രണ്ടെണ്ണം നമുക്ക് നോക്കിയാലോ. എന്തൊക്കെയാണ് കാറ്റഗറി N1, N2, N3 എന്ന് നമുക്ക് നോക്കാം. N3 കാറ്റഗറി ഇപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് പറഞ്ഞു. അതിന് മുന്നേ N കാറ്റഗറി വാഹനങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. ഈ N കാറ്റഗറി വാഹനങ്ങളെ അതിൻ്റെ ഭാരത്തിൻ്റെയും പിന്നെ അതിൻ്റെ ആൾക്കാരുടെ ആളെ കയറ്റുന്നതാണോ അല്ലെങ്കിൽ ചരക്ക് കയറ്റുന്നതാണോ വാഹനങ്ങളാണോ എന്നൊക്കെ അടിസ്ഥാനത്തിലായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഒരു കാറ്റഗറിയാണ് N കാറ്റഗറി എന്ന് പറയുന്നത്, മറ്റൊരു കാറ്റഗറീസാണ് M കാറ്റഗറി എന്ന് പറയുന്നത്, മറ്റു കാറ്റഗറിയാണ് T കാറ്റഗറിയൊക്കെ കേട്ടോ, ട്രെയിലർ കാറ്റഗറി എന്നൊക്കെ പറയുന്നത്. M എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ എണ്ണത്തിന് അല്ലെങ്കിൽ യാത്രക്കാരുടെ അടിസ്ഥാനത്തിൽ യാത്രക്കാർ അല്ലെങ്കിൽ പാസഞ്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ സീറ്റ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വാഹനങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്ന കാറ്റഗറിയാണ് M കാറ്റഗറി എന്ന് പറയുന്നത്. അതിനകത്ത് ഇത്ര ആൾക്കാരുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ. N കാറ്റഗറി വാഹനങ്ങൾ എന്താണെന്ന് നോക്കിക്കേ. N കാറ്റഗറി വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റിനകത്ത് പറയുന്നത് പോലെ തന്നെ ഗുഡ്സ് വാഹനത്തിന് ഭാരവും അതിൽ കയറ്റാവുന്ന ആൾക്കാരുടെ നിയമാനുസൃതമായി കയറ്റാവുന്ന ആൾക്കാരുടെ എണ്ണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പറയുന്ന കാറ്റഗറിയാണ് N കാറ്റഗറി വാഹനം എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ 4 ചക്രത്തിൽ കുറയാത്ത ഏത് ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളെയാണ് N കാറ്റഗറി വാഹനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇല്ലേ, 4 ചക്രമോ അതിൽ കൂടുതലോ ഉള്ള ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളെയാണ് N കാറ്റഗറി വാഹനങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ അതിനകത്ത് ആൾക്കാരെയും അതിൻ്റെ RCയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ആൾക്കാരെയും അല്ലെ ക്യാബിനിൽ എത്ര ആൾക്കാർക്ക് കയറാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആൾക്കാർക്കും സഞ്ചരിക്കാവുന്നതാണ്. M കാറ്റഗറി വെഹിക്കിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്രക്കാരുടെ അല്ലെങ്കിൽ പാസഞ്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ സീറ്റിംഗ് കപ്പാസിറ്റി അടിസ്ഥാനത്തിലാണ് ഉള്ള കാറ്റഗറിയാണെന്ന് ഓർത്തിരിക്കുക. T എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിലർ കാറ്റഗറി ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഇതിനകത്ത് നമുക്ക് N കാറ്റഗറി വാഹനം എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് N1, N2 കാറ്റഗറി പഠിക്കാം. N1 കാറ്റഗറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ, വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് N കാറ്റഗറി ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് N ആണ് കേട്ടോ, N. ഓക്കെ. എനിക്ക് N1 കാറ്റഗറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? GVW അഥവാ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 3500 കിലോഗ്രാമിൽ കുറവായ ചരക്ക് വാഹനങ്ങളെ 3500 കിലോഗ്രാമിൽ കുറവായ ചരക്ക് വാഹനങ്ങളെ അല്ലേ, 4 ചക്രത്തിൽ കുറയാത്ത ചരക്ക് വാഹനങ്ങളെ എങ്ങനെ പറയുന്നു? N1 കാറ്റഗറി വെഹിക്കിൾസ് എന്ന് പറയുന്നു കേട്ടോ. ഇത് 3500 പകരം 3.5 ടൺ കേട്ടോ, ടൺ എന്നും ചോദിക്കും. 3.5 ടണ്ണിൽ കുറവായ ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളെ N1 കാറ്റഗറി വെഹിക്കിൾസ് എന്ന് പറയുന്നു. ഇനി N2 കാറ്റഗറി വെഹിക്കിൾസ് എന്താണ്? അപ്പം 3500 കിലോഗ്രാമിനും അതായത് 3.5 ടണ്ണിനും 12,000 കിലോഗ്രാമിനും
അതായത് 12 ടണ്ണിനും ഇടയിലുള്ള ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളെയാണ് N2 കാറ്റഗറി വാഹനങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഉത്തരത്തിൽ വന്നിരിക്കുന്നതാണ് N3 കാറ്റഗറി വാഹനം. N3 കാറ്റഗറി വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? N3 കാറ്റഗറി വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12,000 ടണ്ണിൽ കൂടുതലായ GVW ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12,000 കിലോഗ്രാമിൽ അല്ലെങ്കിൽ 12 ടണ്ണിൽ കൂടുതലായ ഗ്രേറ്റർ ദാൻ കേട്ടോ, ഈ സിമ്പിൾ ഗ്രേറ്റർ ദാൻ ആണെന്ന് അറിയാലോ. അപ്പോൾ കൂടുതലായ ചരക്ക് കൊണ്ടുപോകുന്ന 4 അതിൽ കൂടുതൽ ചക്രങ്ങളുള്ള വാഹനങ്ങളാണ് എന്ത് പറയുന്നത്? N3 കാറ്റഗറി വെഹിക്കിൾസ് എന്നും പറയുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പം 72ാമത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ചോദ്യവും അതിൻ്റെ ഉത്തരവും അതിൻ്റെ ഓപ്ഷൻസും അതിൻ്റെ ഉത്തരവും നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു അല്ലേ? റിലേറ്റഡ് ഫാക്റ്റും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. പിന്നെ 73ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്ന മോട്ടോർ വാഹന നിയമം 1988 ഏത് സെക്ഷൻ പ്രകാരമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്നത്, അതായത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ റിന്യൂ അല്ലേ, റിന്യൂവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. നേരത്തെ ഇതുമായി ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ തന്നെ മനസ്സിലേക്ക് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഡ്രൈവിംഗ് ലൈസൻസിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതുക്കാനായിട്ട് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വാലിഡിറ്റി തീർന്നിട്ടുണ്ടെങ്കിലും നമുക്കൊരു 30 ഡേയ്സ് ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30 ഡേയ്സ് എക്സെപ്ഷണൽ എന്താ അതിന് പറയുന്നത്, ഇപ്പം ഗ്രേസ് പീരീഡ് എന്ന് പറയും. ഒരു 30 ഡേയ്സ് ഗ്രേസ് പീരീഡ് ഉണ്ടായിരുന്നു ഓർത്തിരിക്കുക. എന്നാൽ ഇപ്പം നിലവിൽ ആ ഗ്രേസ് പീരീഡ് ഇല്ല കേട്ടോ. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വാലിഡിറ്റി ഇപ്പോൾ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത് കട്ടായി എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കിട്ടുന്ന കാര്യമൊക്കെ അപ്ഡേഷൻ ആയി. നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരത്തെ അയച്ചു തരാനും കാത്തിരിക്കാൻ ഒക്കെ നമുക്ക് വേണമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് അപ്പോൾ തന്നെ അല്ലേ, അപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ പരിവാഹൻ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്മാർട്ട് കാർഡായിട്ടോ അല്ലെങ്കിൽ PVC പെഡ്ജി കാർഡിലേക്കൊക്കെ പ്രിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അല്ലേ. അല്ലെങ്കിൽ ചെറിയൊരു പീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് അന്ന് തന്നെ കിട്ടും എന്നുള്ളത്, പാസ്സായിട്ടുണ്ട് അന്ന് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുകയും ചെയ്യും ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്ന മോട്ടോർ വാഹന നിയമം 1988 ഏത് സെക്ഷൻ പ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം 1988 ഏത് സെക്ഷൻ, ഏത് വകുപ്പ് പ്രകാരമാണ് പുതുക്കി നൽകുന്നത്, റിന്യൂ ചെയ്ത് നൽകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 73ാമത്തെ ഉത്തരം റൂൾ 15 ആണ് വരുന്നത് ഇവിടെ, ഓപ്ഷൻ ബി കേട്ടോ. ഓപ്ഷൻ ബി റൂൾ 15 ആണ് ഉത്തരമായിട്ട് വരിക എന്ന് ഓർത്തിരിക്കുക കേട്ടോ. 15 പ്രകാരമാണ് പുതുക്കി നൽകുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതിൻ്റെ നമുക്ക് കുറച്ച് റിലേറ്റഡ് ഫാക്റ്റുകൾ പഠിച്ചേക്കാം. ഇതിൻ്റെയും കുറച്ച് റിലേറ്റഡ് ഫാക്റ്റുകൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 1900 നമുക്കറിയാം മോട്ടോർ വാഹന നിയമം 1988 മോട്ടോർ വാഹന നിയമമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് അറിയാം. ഈ 1988 ഇല്ലേ 1988 മോട്ടോർ വാഹന നിയമം നിലവിൽ വന്നു കഴിഞ്ഞപ്പം അതിനകത്ത് കുറേ ആക്റ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പം ഇങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കുക കേട്ടോ. ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ, മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ചാപ്റ്റർ 1 and 2, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് അതായത് CMVR റൂൾസ് 1989, അതായത് 1988 മോട്ടോർ വാഹന നിയമവും ചട്ടങ്ങളും നടപ്പിലാക്കുന്നതിനായിട്ട് അതിനകത്ത് വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനും ആ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിഴശിക്ഷയൊക്കെ നൽകുന്നതിനുമായിട്ട് നിലവിൽ വന്ന ചട്ടങ്ങളാണ്, റൂൾസാണ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989 എന്ന് പറയുന്നത്. അത് നിലവിൽ വന്ന 1989 ജൂലൈ മാസം 1-ാം തീയതിയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ഓരോ ചാപ്റ്ററിലും ഓരോ ചാപ്റ്റർ വൈസ് ആണ് പറയുന്നത്. ഇതിനകത്ത് പറയേണ്ട കാര്യങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ, അല്ലാതെ എല്ലാം നമ്മൾ നോക്കണ്ട. ഓക്കെ, ഇനി അതുപോലെ KMVR പറഞ്ഞത് കേരള മോട്ടോർ വെഹിക്കിൾ ആക്റ്റും 1989 പഠിച്ചിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഈ ഡ്രൈവിംഗ് പാർട്ടിൽ അതിനെ 6 ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് 1-ാമത്തെ ടോപ്പിക്കാണ് ഇത് പറയുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 CMVR സെൻട്രൽ ടെസ്റ്റിംഗ് ഓഫ് ദ നോളജ് ഓഫ് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989, കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989, ഡെഫിനിഷൻസ് അങ്ങനെ പറഞ്ഞ് പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി റൺ ചെയ്ത് നടക്കുന്ന ക്ലാസ്സിൽ ഈ ടോപ്പിക്കുകളെല്ലാം എടുത്തു പോയിട്ടുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇതിൻ്റെ നമ്മളിപ്പോൾ പഠിച്ചില്ലേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് MNT കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ പഠിച്ചില്ലേ, അതൊക്കെ ഈ സിലബസിൽ നിന്ന് തന്നെ വന്നതാണ് കേട്ടോ. ടെസ്റ്റിംഗ് ദ നോളജ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ദ ഡെഫിനിഷൻ ഓഫ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989, കാറ്റഗറി വെഹിക്കിൾ നമ്പറിൻ്റെ കാറ്റഗറീസ് MNT ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആക്ടിനകത്ത് ഇന്ന വകുപ്പുകൾ പറയുന്നുണ്ട്. ആ വകുപ്പുകൾക്ക് പ്രകാരമാണ് നമുക്ക്
ക്ലാസ്സുകൾ എടുത്ത് പോകാമെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് പോകുന്നത്. പിന്നെ അതിൻ്റെ സിലബസ് രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുക ഡ്രൈവർ ബാഡ്ജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻ 2017 മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിങ്ങനെ 6 ചാപ്റ്റർ ആയിട്ടാണ് ഇതിനകത്ത് പറഞ്ഞു പോയിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതിന് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. 74ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ. അപ്പം ഇത് ജസ്റ്റ് ഇതിൻ്റെ സിലബസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു വന്നുള്ളൂ കേട്ടോ. ഓക്കെ, അതിൻ്റെ സിലബസും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. ക്ലാസ് വന്നു കഴിയുമ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ അതേപോലെ തന്നെയാണ് ക്ലാസ് എടുത്ത് പോകാമെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതിൻ്റെ കഴിഞ്ഞ് കഴിയുമ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് യൂട്യൂബിൽ ക്ലാസ് ഇടാനായിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി 73ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം പറഞ്ഞ് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകൾ നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, 73ാമത്തെ ക്വസ്റ്റ്യൻ്റെ റിലേറ്റഡ് ഫാക്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത് സെക്ഷൻ 21 ഉണ്ട്, സെക്ഷൻ 10 ഉണ്ട്, സെക്ഷൻ 9 ഉണ്ട്. ഓക്കെ, സെക്ഷൻ 21 കുറച്ചധികം പഠിക്കാനുണ്ട്. താഴത്തെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം സെക്ഷൻ 21 ആണ് പറയുന്നത്. അന്നേരം നമുക്ക് അത് നോക്കാം. അപ്പോൾ ബാക്കി നോക്കാം. സെക്ഷൻ 21 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1988 ഏത് വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഡ്രൈവ് ലൈസൻസ് അസാധുവാക്കുകയോ താൽക്കാലികമായി റദ്ദാക്കുകയോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് 74ാമത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരമാണ് റൂൾ 21 എന്നുള്ളത് കേട്ടോ. റൂള് 21 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 73ൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഗ്രാൻഡ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന റിലേറ്റഡ് ഫാക്റ്റ് വന്നിരിക്കുന്ന സെക്ഷൻ 9 എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നാണ് സെക്ഷൻ 9 പറയുന്നത്. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ സെക്ഷൻ 10 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോംസുകൾ, വിവിധ തരത്തിലുള്ള ഫോംസുകൾ, ഡ്രൈവിംഗ് ലൈസൻസിലെ കണ്ടന്റുകൾ ഒക്കെയാണ് കേട്ടോ. കണ്ടന്റുകളൊക്കെയാണെന്ന് ഓർത്തിരിക്കുക സെക്ഷൻ 10 പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്ന ഫോമൊക്കെ ഒക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? അത് 2-3 കാര്യങ്ങളുണ്ടല്ലേ, വിവിധ തരത്തിൽ വരും. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഫോം 2 എന്നുള്ളതാണ്. എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ഫോം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾ ഉത്തരം എഴുതും? ഇവിടെ ഫോം 2 എന്ന് എഴുതുമോ? ഇല്ല. ഡ്രൈവിംഗ് ലൈസൻസിലുള്ള ഫോം ഏതാണെന്ന് വെച്ചാൽ ഫോം 2 അല്ല എഴുതേണ്ടതെന്ന് ഓർത്തിരിക്കുക. അതിൻ്റെ ഉത്തരം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ തന്നെയുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് നോക്കി കഴിയുമ്പോൾ ഫോം എന്ന് പറഞ്ഞിട്ട് കാണും. ആ ഫോമിൻ്റെ നമ്പർ ഏതാണെന്ന് നോക്കുക, അതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഡ്രൈവിംഗ് ലൈസൻസിലുള്ള ഫോം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ഇപ്പോൾ ഈ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാണുന്നതാണ് അല്ലേ, ഡ്രൈവിംഗ് ലൈസൻസ് തരുന്നത് അല്ലേ, സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പെഡ്ജി ടൈപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ അത് നൽകുന്ന ഫോം അല്ലെങ്കിൽ ആ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ഫോം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോം നിങ്ങൾ നോക്കുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ശരിയായ ഉത്തരം വന്നിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. ഇല്ലാത്തതാണെങ്കിൽ ഉത്തരം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്ന ഫോം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോം 2 ആണെന്ന് ഓർത്തിരിക്കുക. ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്നത് മാത്രമല്ല, നേരത്തെ ഫോം 4 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണും കേട്ടോ. ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്നത്, ലേണേഴ്സ് ലൈസൻസിന് അപേക്ഷിക്കുന്നത്, പുതുക്കുന്നത് ഒക്കെ, അഡ്രസ്സ് മാറ്റുന്നത്, പേര് മാറ്റുന്നത് എല്ലാം ഫോം 2 ആണെന്ന് ഓർത്തിരിക്കുക. അത് അപ്ഡേറ്റഡ് ഫാക്റ്റ് ആണെന്ന് ഓർത്തിരിക്കുക. വിവിധ ചിലപ്പോൾ പഴയ റാങ്ക് ഫയൽ വെച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് അതിനകത്ത് ഫോം 4 അങ്ങനെ വേറെ ഫോം 9 അങ്ങനെയുള്ളതൊക്കെ കാണാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതല്ല എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക, അത് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 74ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 ഏത് റൂളിലെ, കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 ഏത് റൂളിലെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 1989 കേന്ദ്ര മോട്ടോർ വാഹന നിയമവും ചട്ടങ്ങളും നിലവിൽ വന്ന എന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1989 ജൂലൈ 1. അപ്പോൾ 1989 ജൂലൈ 1 നിലവിൽ വന്ന CMVR റൂളിലെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റൂളിലെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുകയോ ഏത് റൂളിലെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുകയോ താൽക്കാലികമായി റദ്ദാക്കുകയോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് CMVR റൂൾ 21 അനുസരിച്ചാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് 21 അനുസരിച്ചാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അത് ഞാനിവിടെ താഴെ എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആ റൂൾ 21 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പവർ ഓഫ് ലൈസൻസിങ് അതോറിറ്റി ടു ഡിസ്ക്വാളിഫൈ എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് അതോറിറ്റിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഈ താഴെ പറയുന്ന കുറ്റങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണമെങ്കിൽ റദ്ദാക്കാം, അല്ലെങ്കിൽ ഒരു നിശ്ചിത പീരീഡിലേക്ക് താൽക്കാലികമായിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്പർ കൃത്യമായിട്ട് നോക്കണ്ട, നമ്പർ മെയിനായിട്ടുള്ളത് ഞാൻ അടുത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിപ്പോയാലോ, അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മാർക്ക് എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അത് പറഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റിലെ റൂൾ 17A ഒക്കെ കിടക്കുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും ബാക്കി കുറച്ച് ക്വസ്റ്റ്യനും കൂടെ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കേ.
റൂൾ 21 പവർ ഓഫ് ലൈസൻസിങ് അതോറിറ്റി ടു ഡിസ്ക്വാളിഫൈ തെഫ്റ്റ് ഓഫ് എ മോട്ടോർ വെഹിക്കിൾ. അതായത് ഒരു മോട്ടോർ വാഹനം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പം ഇത് റൂളിൽ 21 ആണ് വരിക എന്ന് ഓർത്തിരിക്കുക കേട്ടോ. എന്നാൽ ആക്ടിൽ ഇത് ഏതാണ്? ആക്ടിൽ 1988 ആക്ടിൽ ഇത് ഏതാണ് മെൻഷൻ ചെയ്യുന്നത് വെച്ചാൽ ആക്ട് 19 മെൻഷൻ ചെയ്യാന്ന് ഓർത്തിരിക്കുക കേട്ടോ. ആക്ട് 19 വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൊഗിജിൻ്റെ ഓഫൻസസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് മെയിനായിട്ടുള്ളത് എന്താണെന്ന് പറയുന്നത് കൊലപാതകം, പീഡനം അതുപോലുള്ള മെയിനായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വാഹന മോഷണം, പിന്നെ അങ്ങനെയുള്ള മെയിനായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത്തരം കാര്യങ്ങൾക്കൊക്കെ എന്നാലും ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ലഹരിക്ക്, ഇപ്പം ലഹരി പിടിക്കുന്ന കാര്യമാണ്. അപ്പോൾ ലഹരിക്ക് സ്ഥിരമായിട്ട് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സ്ഥിരം കുറ്റവാളിയൊക്കെ ആണെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്ന ഓർത്തിരിക്കുക. പിന്നെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ്, ഈ പറയുന്ന സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ 21 പറയുന്ന ഈ താഴെ പറയുന്ന വ്യവസ്ഥകളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും സസ്പെൻഡ് ചെയ്യുമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ മെയിൻ 2 റൂളുകൾ ഉണ്ട്, അത് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലെടുക്കാം കേട്ടോ. അത് സിലബസിൽ പറയാത്തതാണ്, പക്ഷേ അത് റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിക്കാൻ പറയുന്ന 2 റൂളുകൾ പ്രകാരം സസ്പെൻഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, CMVRൽ. ഓക്കെ, അപ്പോൾ ഇവിടെ റൂൾ 21 ഏതൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. താഴെ പറയുന്നതിൽ റൂൾ 21 പ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ കാരണമായ കുറ്റമേത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ താഴെ പറയുന്നത് അതിൽ ഏത് റൂൾ പ്രകാരമാണ് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്തത്. എന്നിട്ട് റൂൾ ഒരു 3 തരും. ഇപ്പോൾ 21 കൂടെ ഞാൻ ഈ പറഞ്ഞ 2 റൂളും കൂടി ഇട്ട് തരും. എന്നിട്ട് 4ാമത്തെ റൂൾ ഏതാണെന്ന് കണ്ടുപിടിച്ചെഴുതണം. അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരിക. പിന്നെ പുതിയതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ ഫാക്ട് ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ചിരുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടും. താഴെ പറയുന്നതിൽ റൂൾ 21 പ്രകാരം മോട്ടോർ വാഹന ഡ്രൈവിംഗ് ലൈസൻസ് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്ന കാരണം ഏത്, അല്ലെങ്കിൽ പറ്റാത്ത കാരണം ഏത്? ഓപ്ഷൻ എയും സിയും ശരിയാണ്, ഓപ്ഷൻ എ ശരിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ഇല്ലേ, അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കുക, ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെഫ്റ്റ് ഓഫ് എ മോട്ടോർ വെഹിക്കിൾ, അതായത് വാഹനം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കപ്പെടുമെന്ന് പറയാം. സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യാം, ഡിസ്ക്വാളിഫൈ ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത അസാൾട്ട് ഓൺ പാസഞ്ചർ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്രക്കാരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാം. തെഫ്റ്റ് ഓഫ് പേഴ്സണൽ എഫക്റ്റ് ഓഫ് പാസഞ്ചേഴ്സിൻ്റെ പേഴ്സണൽ വസ്തുക്കൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ മോഷണത്തിന് റദ്ദാക്കപ്പെടാം. തെഫ്റ്റ് ഓഫ് ഗുഡ്സ് ക്യാരേജ് അതായത് ചരക്ക് വാഹനങ്ങളെ ചരക്ക് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ റദ്ദാക്കപ്പെടാം. ഇനി ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് പ്രൊഹിബിറ്റഡ് അണ്ടർ എനി ലോ പ്രകാരം ചരക്ക് വാഹനങ്ങളിൽ നിരോധിച്ചിരിക്കുന്ന വസ്തു കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ റദ്ദാക്കപ്പെടാം. ഡ്രൈവർ വൈൽ ഡ്രൈവിംഗ് എ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എൻഗേജസ് ഹിംസെൽഫ് ഇൻ ആൻ ആക്ടിവിറ്റി വിച്ച് ഈസ് ലൈക്ലി ടു ഡിസ്റ്റർബ് ഹിസ് കോൺസെൻട്രേഷൻ. അതായത് വാഹനം ഓടിക്കുന്ന വേളയിൽ ഡ്രൈവറുടെ ശ്രദ്ധ മാറുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടാം. അതിനകത്ത് മെയിനായിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ഉപയോഗം, അല്ലേ? മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടാം. താഴെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അബൻഷൻ ഓഫ് പാസഞ്ചേഴ്സ്, അതായത് പാസഞ്ചേഴ്സിനെ കടത്തിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ എന്താ പറയുക, തട്ടിക്കൊണ്ട് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടാമെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ക്യാരിയിങ് ഓവർലോഡ് ഗുഡ്സ് ക്യാരേജ്, ചരക്ക് വാഹനങ്ങൾ അമിതമായിട്ട് ചരക്ക് കയറ്റുന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടാമെന്ന് ഓർത്തിരിക്കുക. ഡ്രൈവിംഗ് അറ്റ് സ്പീഡ് എക്സീഡിങ് സ്പീഡ് ലിമിറ്റ്, അതായത് ഓരോ വഴികളിലും ആ വാഹനത്തിൻ്റെ റോഡിന് അനുസരിച്ച് ആ വാഹനത്തിലെ റോഡിലെ വേഗതയ്ക്ക് ആ വാഹനത്തിൻ്റെ ഡിസൈൻ സ്പീഡ് അനുസരിച്ച്, അതാണ് കൃത്യമായിട്ടുള്ളത്, ആ വാഹനത്തിൻ്റെ ഡിസൈൻ സ്പീഡ് ഓടിച്ച്. ഡിസൈൻ സ്പീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു വാഹനം ആ റോഡിൽ ആ ഒരു വ്യത്യസ്ത വാഹനങ്ങൾക്ക് വ്യത്യസ്ത സ്പീഡായിരിക്കും. ഒരു വാഹനം ഇപ്പോൾ കാറാണെന്ന് വെച്ചോ, ആ കാറ് ഈ പറയുന്ന റോഡിൽ സുരക്ഷിതമായി ഓടിക്കാൻ പറ്റുന്ന കൂടിയ വേഗതയാണ് ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡ്രൈവിൻ്റെ സ്പീഡ് എക്സീഡിങ് ഇൻ സ്പെസിഫിക് ലിമിറ്റ്, ആ ലിമിറ്റിൽ പറയുന്നതിനകത്ത് കൂടുതൽ വേഗതയിൽ, ഓരോ വാഹനങ്ങൾക്കും ഓരോ വേഗതയാണ് ഓരോ റോഡുകളിലും, അല്ലേ? അത്ര വേഗതയിൽ കൂടുതൽ ഓടിച്ചിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടാമെന്നാണ് പറയുന്നത്. പിന്നെ 10 ക്യാരിയിങ് പേഴ്സൺസ് ഇൻ ഗുഡ്സ് ക്യാരേജ് ഐദർ ഇൻസൈഡ് ദ ഡ്രൈവേഴ്സ് ക്യാബിൻ ഇൻ എക്സസ് ഓഫ് കപ്പാസിറ്റി വൈൽ വെദർ ഹി ഹയർ ഓർ നോട്ട്. അതായത് ക്യാരിയിങ് പേഴ്സൺ ഇൻ ഗുഡ്സ് ക്യാരേജ് ഐദർ ഇൻസൈഡ് ദ ഡ്രൈവേഴ്സ് ക്യാബിൻ എക്സസ്, അതായത് ഡ്രൈവർ ക്യാബിനിൽ ആൾക്കാരെ കൂടുതലായിട്ട് കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യാമെന്ന് ഓർത്തിരിക്കുക. ഇനി ഫാളിങ് ടു കംപ്ലൈ വിത്ത് ദി പ്രൊവിഷൻ സെക്ഷൻ 134, സെക്ഷൻ 134 ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താണ് സെക്ഷൻ 134? ആർക്കെങ്കിലും അറിയാമോ? സെക്ഷൻ 134 അത് അറിയാവുന്നവർ ഒന്ന്
അല്ലെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞു തന്നേക്കാം. അത് അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡ്രൈവറുടെ ഉത്തരവാദിത്തത്തെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 134 എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഫെയിലിയർ ടു സ്റ്റോപ്പ് വെൻ സിഗ്നൽ ടു ഡു സോ ബൈ എനി പേഴ്സൺ ഓതറൈസ്ഡ്, അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞ് നൽകുന്ന സിഗ്നലുകൾ അല്ലേ, ട്രാഫിക് സിഗ്നൽ, ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനാകാം, അതൊക്കെ നൽകുന്ന സിഗ്നലുകൾ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടാമെന്ന് പറയുന്നു. പിന്നെ മിസ്ബിഹേവിയർ വിത്ത് ആൻഡ് ഷോയിങ് ഡിസ്കൺട്രൻസി ടു പാസഞ്ചേഴ്സ് ഇൻറ്റൻഡിങ് പാസഞ്ചേഴ്സ് ഓർ അങ്ങനെ, അതായത് വാഹനത്തിലുള്ള ആൾക്കാരുടെ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടാമെന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ വാഹനത്തിൽ ചരക്ക് കയറ്റുന്നവർ അല്ലേ, ചരക്കിൻ്റെ വിതരണം ചെയ്യുന്ന ആൾക്കാർ, അതുപോലുള്ള ആൾക്കാർ ഗുഡ്സ് വാഹനത്തിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ല. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർ വന്നു കഴിയുമ്പോൾ അവരുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്താൽ പോലും ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടും എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തത് സ്മോക്കിംഗ് ആണ് പറയുന്നത്. സ്മോക്കിംഗ് വാഹനം ഓടിക്കുമ്പോൾ പുക വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടും. പിന്നെ അബാൻഡിങ് വെഹിക്കിൾ ഇൻ പബ്ലിക് പ്ലേസ്, അതായത് അബാൻഡിങ് എന്ന് വെച്ചാൽ ഉപേക്ഷിച്ച് പോകുക എന്നുള്ളതാണ് കേട്ടോ. പബ്ലിക് പ്ലേസിൽ വാഹനം അവിടുത്തെ പബ്ലിക് പാസഞ്ചേഴ്സിനും അതുപോലെ തന്നെ അവിടുത്തെ ട്രാഫിക്കിനും ഒക്കെ പ്രശ്നമാവും വിധത്തിൽ വാഹനം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഇപ്പം എന്തെങ്കിലും പ്രക്ഷോഭത്തിൻ്റെ ജാഥയുടെ ഭാഗമൊക്കെ ആയിട്ട് ഒന്നും പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ടല്ലേ, അങ്ങനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടുമെന്ന് ഓർത്തിരിക്കുക. ഇനി ഡ്രൈവിംഗ് എ വെഹിക്കിൾ വൈൽ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ഓക്കെ, അതായത് വാഹനം ഓടിക്കുമ്പം മദ്യപിച്ചോ അതുപോലെ തന്നെ ഡ്രഗ്സ് ഉപയോഗിച്ചോ വാഹനം ഓടിക്കരുത് എന്നാണ് പറയുന്നത്. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടും വാഹനം ഓടിക്കരുതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി വാഹനം ഓടിക്കുമ്പോൾ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്, അതും കുറ്റകരമാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ വകുപ്പ് 186 പറയുന്ന സംഭവമാണ് മെയിനായിട്ടുള്ള. എന്താണ് അത് അഡീഷണൽ ഫാക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ്. അതെന്താണ് വകുപ്പ് 186 എന്ന് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, വകുപ്പ് 186 പ്രകാരം ഉള്ള കാര്യം ചെയ്തിട്ടും വാഹനം ഓടിക്കരുതെന്ന് പറയുന്നത്. 185 അല്ലേ, കള്ളുപിടിച്ച് വാഹനം ഓടിക്കരുത്, അല്ലെങ്കിൽ മറ്റു ലഹരി പദാർത്ഥം ഉപയോഗിച്ച് വാഹനം ഓടിക്കരുതെന്ന് പറയുന്ന അല്ലെങ്കിൽ അതിന് ഫൈൻ ഈടാക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ഫൈൻ ഈടാക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വകുപ്പ് ആക്ട് 185 ഓർത്തിരിക്കുക. 186 ചെയ്തുകൊണ്ട് ഉപയോഗിക്കരുതെന്ന് പറയുന്നത് അത് ഏതാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. 2 കാര്യങ്ങളാണ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഒരു 50 ഫാക്റ്റ് മുകളിൽ ഇപ്പോൾ എന്നാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടോ, നിങ്ങളുടെ ഒരു എത്രത്തോളം അറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാണ്. പിന്നെ കമൻറ്റ് ബോക്സ് ഒന്ന് ആക്റ്റീവായിട്ട് നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഉത്തരം അറിയത്തില്ലെങ്കിൽ ഞാൻ തന്നെ ഈ പറഞ്ഞ 2 ഉത്തരം അവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഇനി 17 ഇൻ്റർഫിയറിംഗ് വിത്ത് എനി പേഴ്സൺ മൗണ്ടിങ് ഓർ പ്രിപ്പയറിംഗ് ടു മൗണ്ട് അപ്പോൺ എനി അതർ വെഹിക്കിൾ, അതായത് ഇൻ്റർഫിയറിംഗ് ടു എനി പേഴ്സൺ ഓർ പ്രിപ്പയറിംഗ് ടു, സംഭവമൊന്നുമില്ല. ഇപ്പം നമ്മൾ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാരെ മറ്റ് ബസ്സിൽ ഡ്രൈവർമാർ വിളിച്ച് കയറ്റുന്നതൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെ വിളിച്ച് കയറ്റാൻ പാടില്ല എന്നാണ്. അതായത് മറ്റൊരു വാഹനത്തിലേക്ക് കയറാൻ പോകുന്ന ഒരു യാത്രക്കാരനെയൊന്നും തടസ്സപ്പെടുത്താനോ നമ്മുടെ വാഹനത്തിലേക്ക് ഇതാണ് ആദ്യം പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് കയറ്റില്ല, അങ്ങനെ വിളിച്ച് കയറ്റാനോ പാടില്ല എന്നാണ് ആസ് പെർ CMVR റൂൾ 21 പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദ് ചെയ്യാൻ പെടുന്ന കുറ്റമാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അലോവിങ് എനി പേഴ്സൺ ടു സിറ്റ് ഓർ പ്ലേസ് തിങ്സ് ഇൻ സച്ച് എ വേ ടു ദി ഡ്രൈവർ ഫ്രം ഹാവിങ് ക്ലിയർ വിഷൻ, അതായത് ഒന്നുമില്ല, ഡ്രൈവറുടെ കാഴ്ച മറയ്ക്കുന്ന തരത്തിലൊരു വാഹനത്തിൽ ഒരു വ്യക്തിയെയും ഇപ്പം ഓട്ടോയിലൊക്കെ ആണെങ്കിലും ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിക്കൊണ്ടൊന്നും പോകാൻ പാടില്ല, അല്ലെങ്കിൽ കാറിലൊക്കെ ആണെങ്കിലും ഏത് വാഹനമാണെങ്കിലും ഡ്രൈവറുടെ ചരക്ക് വാഹനമാണെങ്കിലും പാസഞ്ചർ ഡ്രൈവറുടെ വിസിബിലിറ്റി നഷ്ടപ്പെടുന്ന രീതിയിൽ ആൾക്കാരെ കൊണ്ടുപോകുന്ന പോലും ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടുന്ന കുറ്റമാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ 19 പറയുന്നു, എൻ്റെ നമ്പർ നോക്കണ്ട കേട്ടോ, നമ്പർ ഞാൻ ഇട്ട് വെച്ചിരിക്കുന്ന നമ്പറാണ്. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നു നോട്ട് സ്റ്റോപ്പിംഗ് എ സ്റ്റേജ് ഗ്യാരേജ് അറ്റ് അപ്രൂവ്ഡ് സ്റ്റോപ്പിംഗ് പ്ലേസ് ഫോർ എ സഫിഷ്യൻറ്റ് പീരിയഡ് ഓഫ് ടൈം ഇൻ എ സേഫ് ആൻഡ് കൺവീനിയൻറ്റ് പൊസിഷൻ അപ്പോൺ ഡിമാൻഡ് ഓൺ സിഗ്നൽ ഓഫ് എ കണ്ടക്ടർ ഓർ എനി പാസഞ്ചർ ഡിസയറിംഗ് ടു alight from the vehicle and unless there is no room in the vehicle upon demand or signal any person. അത് സംഭവമൊന്നുമില്ല, ഒരു സ്റ്റേജ് ക്യാരേജ് വാഹനം അല്ലേ, ഒരു ബസ്സിൻ്റെ കാര്യം കൊടുക്കുക. അങ്ങനെ ആ ബസ്സിൻ്റെ വാഹനം ഓടിച്ചിരിക്കുന്ന ഒരു ഡ്രൈവർ ഇപ്പോൾ ഒരു കണ്ടക്ടർ ആവശ്യപ്പെടുകയോ ഇല്ലെങ്കിൽ ഒരു പാസഞ്ചർ ആവശ്യപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് വാഹനം നിർത്താതിരുന്നാൽ എങ്ങനെയായിരിക്കണം, അതൊരു പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പിംഗ് പ്ലേസ് ആയിരിക്കണം. അത് സ്റ്റോപ്പിൽ വാഹനം നിർത്താതിരുന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ സന്ധ്യാസമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഇല്ലാത്ത
ഇല്ലാത്തടത്ത് കൊള്ളുവാണെങ്കിൽ നിർത്തി കൊടുക്കണം എന്നുള്ളതാണ് അവസ്ഥ കേട്ടോ. ഓക്കെ, അതും അപ്ഡേഷൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് ലോണ്ടറിങ് ഓർ undelay any journey at proceedings the destination as near may be in accordance with the table. അത് സംഭവം വേറെ ഒന്നുമില്ല. ഈ ലോയിറ്ററിങ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഡിലേ വരുത്തുക എന്നുള്ളതേ ഉള്ളൂ. ഒരു യാത്രയിൽ കൃത്യമായിട്ട് ജേർണിയിൽ ഡിലേ വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യാത്ര പുറപ്പെടാനായിട്ട് വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും റീസൺ ഇല്ലാതെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യാം എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നോട്ട് പ്രൊസീഡിങ് ടു ദി ഡെസ്റ്റിനേഷൻ ആസ് നിയർ ആസ് മേ ബി ഇൻ അക്കോർഡൻസ്, അതായത് കുറഞ്ഞ, അത് താഴത്തെ പോയിന്റായിട്ട് നമുക്ക് പഠിക്കാം. 21ാമത്തെ പോയിന്റായിട്ട് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, നോട്ട് ഡ്രൈവിംഗ് എ കോൺട്രാക്ട് ഗ്യാരേജ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എ റീസണബിൾ കോഴ്സ് ടു ദി ഡെസ്റ്റിനേഷൻ എയിംലി ബൈ ഹയർ ബൈ ദി ഷോർട്ടസ്റ്റ് റൂട്ട്. അതായത് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു കാരണമില്ലാതെ, അല്ലെങ്കിൽ ഒരു റോഡ് പണി എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ റൂട്ട് മാറ്റിപ്പോവാം, അല്ലാതെ ഒരു വാടകയ്ക്ക് എടുത്ത ഒരു കോൺട്രാക്ട് ഗ്യാരേജിൻ്റെ ഒരു വാഹനം അല്ലെങ്കിൽ ഒരു ഹയർ എടുത്ത ഒരു ആളെ, ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു ടാക്സി ക്യാബ് വിളിച്ചുകൊണ്ട് പോകുന്നു അല്ലേ, അപ്പം ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷൻ ഒരു 10 കിലോമീറ്ററുള്ളിൽ എത്താം. ആ 10 കിലോമീറ്ററുള്ളിൽ എത്തേണ്ട റൂട്ട് തന്നെ ആയിരിക്കണം ഓടിച്ചിരിക്കുന്നത്. അനാവശ്യമായിട്ട് വാടക കൂട്ടി മേടിക്കാനായിട്ട് ഒരു 15 കിലോമീറ്റർ ചുറ്റി കൊണ്ടുപോയേക്കാം, വളഞ്ഞ വഴിയിലൂടെ കൊണ്ടുപോയേക്കാം എന്ന് വെച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും അത് ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കുറ്റമാണെന്ന് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ എന്തായിരിക്കണം, റീസണബിൾ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരിക്കണം. ഇപ്പോൾ എന്തെങ്കിലും റോഡ് പണി എടുക്കുകയോ അല്ലെങ്കിൽ മറ്റ് ജാതിയോ പ്രക്ഷോഭത്തിന് ഭാഗമായിട്ടും റൂട്ട് മാറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോകാമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ അതുപോലും ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറ്റമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ദ ഡ്രൈവർ ഓഫ് എ മോട്ടോർ ക്യാബ് ഡിമാൻഡിങ് ഓർ എക്സ്ട്രാക്ടിങ് എനി ഫെയർ ഇൻ എക്സസ് ടു ദാറ്റ് വിച്ച് ഹീ ഈസ് ലീഗലി, അതായത് ലീഗലായിട്ട് പറയുന്ന, ഇപ്പോൾ ഒരു ഓട്ടോയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ മീറ്റർ റീഡിംഗ് ഒക്കെ ഉണ്ടല്ലേ, ആ മീറ്റർ റീഡിങ് പറയുന്നതിന് കൂടുതലായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ക്യാബ് വിളിച്ച് പോവുകയാണെങ്കിൽ, മോട്ടോർ ക്യാബ് വിളിച്ച് പോവുകയാണെങ്കിൽ ഇന്ന പോയിന്റിൽ നിന്ന് ഇന്ന പോയിന്റ് വരെ ഇന്നൊരു ഫെയർ ഉണ്ടാകും, ആ ഫെയറിൽ കൂടുതലായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കുറ്റമാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് പറയുന്നത് അബാൻഡിങ് എ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആസ് എ മാർക്ക് ഓഫ് പ്രൊട്ടക്ഷൻ ഓർ എഗെയിൻസ്റ്റ് ഇൻ കൈൻഡ് ഓഫ്, അത് അബാൻഡിങ് എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക. അതായത് നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ കൂടെ ഞാനത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ജാഥയുടെയോ ഒരു ജാഥയുടെ ഒരു പ്രക്ഷോഭത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടൊരു പബ്ലിക് പ്ലേസിൽ മറ്റാൾക്കാർക്കും അവിടുത്തെ ട്രാഫിക്കിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വാഹനം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കുറ്റമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് മെയിനായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറ്റമാണ് മൊബൈൽ ഫോൺ. വാഹനം ആക്സിഡൻറ്റ് നടക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു വില്ലനാണ് മൊബൈൽ ഫോൺ ഉപയോഗം. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നു ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും ക്യാൻസൽ ചെയ്യുന്നതിനുള്ള കുറ്റമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ കോർട്ടിനും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോർട്ടിനും ഈ പറയുന്ന ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യത്തിൽ 1988 മോട്ടോർ വാഹന നിയമത്തിലെ വിവിധ സെക്ഷനുകളിൽ പറഞ്ഞുകൊണ്ട് വിവിധമായിട്ട് ഫൈനുകൾ ഈടാക്കാം കേട്ടോ. അതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ, നമ്മുടെ ഫ്രീ ക്ലാസ്സിൽ എടുത്തു കൊടുത്ത സംഭവമാണത്. നമുക്ക് മറ്റൊരു ഫ്രീ ക്ലാസ്സിൻ്റെ വേളയിൽ അത് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ അത് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കി നിർത്തിയേക്കാം അല്ലേ. ഒരു പ്രദേശത്തെ ലൈസൻസിങ് അതോറിറ്റി ആയി നിയമിച്ചിരിക്കുന്ന ആരെയാണ്? ഒരു പ്രദേശത്തെ അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. 75ാമത്തെ ഉത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറെ ആണെന്ന് ഓർത്തിരിക്കട്ടോ. RTO ആണെന്ന് ഓർത്തിരിക്കുക. ഒരു പ്രദേശത്തെ ലൈസൻസിങ് അതോറിറ്റി ആയിട്ട് നിയമിച്ചിരിക്കുന്ന ആരെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RTO ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി കുറച്ച് ക്വസ്റ്റ്യനുകളൊക്കെ ഉണ്ട്. 76ാമത്തെ ക്വസ്റ്റ്യനാണ്. താഴെ പറയുന്നതിൽ പബ്ലിക് സർവീസ് വാഹനം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പബ്ലിക് സർവീസ് വാഹനം അല്ലേ, അത് മാക്സി ക്യാബ് ഉണ്ട്, കോൺട്രാക്ട് ക്യാബ്, ഗുഡ്സ് ക്യാരി ഉണ്ട്, മോട്ടോർ ക്യാബ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, സോറി, ഒരു പബ്ലിക് സർവീസ് വാഹനം അല്ലാത്ത, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടിവരെ ഇട്ടേക്കുക. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. എക്സാം ഹാളിൽ പ്രത്യേകിച്ച് ഇരിക്കാൻ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അധികം നേരം, ഒരു വ്യക്തിക്ക് മനുഷ്യന് ഒരു 15-20 മിനിറ്റാണ് ഒരു കാര്യത്തിൽ പെട്ടെന്ന് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കും ശ്രദ്ധിക്കുക ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ആദ്യം ക്ലാസ് എടുക്കുന്ന ആ ഒരു ഫ്ലോ ഉണ്ടായിരിക്കില്ല അവസാനം ക്ലാസ് എടുക്കുക. കാരണം ഞാൻ കട്ട് ചെയ്ത് ക്ലാസ് എടുക്കാറില്ല, ഒറ്റ ഇരിപ്പിൽ എടുക്കുകയാണ് ചെയ്യുക അല്ലേ. അപ്പം അവസാനം വന്നപ്പോഴത്തേക്കും നാക്ക് വഴിയും. പെയ്ഡ് ക്ലാസ്സിലുള്ള പിള്ളേർക്കാണ് ഒരു
1 മണിക്കൂറിൽ മുകളിൽ പോകുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ട്. നമുക്ക് നേരത്തെ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, ഫ്രീ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, പെയ്ഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വായിക്കുന്ന സ്ക്രീനിൽ കാണുന്നതായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ പറഞ്ഞു വന്നു കഴിയുമ്പോൾ വരിക അല്ലേ. അപ്പോൾ അത് നമ്മൾ എക്സാം ഹാളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. 1.5 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്. ഒരു അധികം സമയം റെസ്റ്റ് എടുക്കാൻ അല്ലെങ്കിൽ 1 മിനിറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ 1 മിനിറ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാം കേട്ടോ. എന്നാലും നമ്മുടെ കോൺസെൻട്രേഷൻ കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ താഴെ പറയുന്നത് പബ്ലിക് സർവീസ് വാഹനം അല്ലാതെ. പിന്നെ ഇത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ആണെന്നും അല്ലാത്തതും വന്നു കഴിയുമ്പോൾ പേനയ്ക്ക് 2 വരയും കിട്ടേക്കുക. അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് എഴുതുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ താഴെ പറയുന്നത് പെട്ടെന്ന് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ വായിച്ച പോലെ തന്നെ താഴെ പറയുന്നത് പബ്ലിക് സർവീസ് വാഹനം, ഒപ്പം ബാക്കി വായിക്കില്ല. താഴെ പറയുന്നത് പബ്ലിക് സർവീസ് വാഹനം. അപ്പോൾ നമ്മൾ മൈൻഡ് തന്നെ നമ്മൾ ചിന്തിക്കുകയാണ് താഴെ പറയുന്നത് പബ്ലിക് സർവീസ് വാഹനം ഏത്, ഏതെങ്കിലും ആദ്യം തന്നെ കാണുന്നത് മാക്സി ക്യാബ് എടുത്ത് കറക്കി കുത്തി അങ്ങ് എഴുതിയേക്കാന്ന് വയ്ക്കും അല്ലേ. അപ്പോൾ താഴെ പറയുന്ന പബ്ലിക് സർവീസ് വാഹനം അല്ലാത്ത ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് സർവീസ് വാഹനം, ഗുഡ്സ് ക്യാരേജ് വാഹനമാണ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ താഴെ പറയുന്നതിൽ ബാക്കി ഇതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റൊക്കെ നോക്കാനുണ്ട് കേട്ടോ. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിലേക്ക് നോക്കിയാലോ. ഓക്കെ, കോൺട്രാക്ട് ചെയ്യാൻ പെട്ടെന്ന് ഉത്തരമായിട്ട് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, നമുക്ക് ഒരു ഉപകാരപ്പെടും. അതുപോലെ താഴെ പറയുന്ന വാഹനത്തിൻ്റെ പെർമിറ്റിൻ്റെ ആവശ്യകത എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പെർമിറ്റ് എന്താണെന്ന് പഠിക്കണം. പിന്നെ ഈ പറയുന്ന വാഹനങ്ങൾ പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾ എന്താണെന്ന് പഠിക്കണം. കോൺട്രാക്ട് ക്യാരേജ്, സ്റ്റേജ് ക്യാരേജ്, മാക്സി ക്യാബ്, മോട്ടോർ ക്യാബ് എന്നൊക്കെ പഠിക്കണം അല്ലേ. പെർമിറ്റിൻ്റെ ആവശ്യകത, പെർമിറ്റ് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ. പെർമിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടാക്സി അല്ലെങ്കിൽ ഒരു ചരക്ക് കൊണ്ടുപോകുന്ന വാഹനമായിട്ട് ഓടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഒരു അല്ലേ, ട്രാൻസ്പോർട്ട് വാഹനമായി ഓടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയോ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയോ STRT ഒക്കെ നൽകുന്ന ഒരു രേഖ അല്ലേ, സമൂഹ പത്രമാണ് പെർമിറ്റ് എന്ന് കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ പഠിച്ചു വയ്ക്കാണ്ട് കാര്യം, അത്രേ ഉള്ളൂ. ഓക്കെ, ബാക്കി ഇതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് 76ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ഒന്നുകൂടെ ഉള്ളത് നമുക്ക് അടുത്തൊരു പാർട്ടിൽ ചെയ്തു പോകാം. അതിനകത്തൊരു നമ്മുടെ ക്ലാസ് ഇട്ട് കഴിയുമ്പോൾ സാധാരണ എക്സാം ടൈമിൽ കുറച്ച് ദിവസം 3,000 പേര് 4,000 പേര്, ചിലപ്പം പീക്ക് ടൈമിലാണെങ്കിൽ 10,000 പേര് 10K ഒക്കെ കാണാറുണ്ട്. ഇതൊരു മിനിമം ഒരു 1,000 പേരൊക്കെ കാണുവാണ്. അത് 1,000 പേരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലാണ് ആവശ്യമുള്ളത് ആണെന്ന് നമുക്ക് തോന്നുള്ളൂ. അങ്ങനെയാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുത്തി തീരേണ്ട കാര്യമില്ല, തുടർന്ന് വീഡിയോസ് ഇടാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ കേട്ടോ 9562 എന്ന നമ്പറിൽ എനിക്ക് ടെലഗ്രാമിൽ മെസ്സേജ് അയക്കുക കേട്ടോ. ടെലഗ്രാം വിളിക്കാൻ നിൽക്കേണ്ടത്, ചിലപ്പോൾ വിളിച്ച് കിട്ടില്ല ടൈമിലൊക്കെ ആണെങ്കിൽ വിളിക്കാൻ നിൽക്കണ്ടേ, എല്ലാവർക്കും വിളിച്ചെടുത്താൻ പാടായിരിക്കും. ടെലഗ്രാമിൽ എപ്പോൾ വേണം മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഓൺലൈൻ വന്നു കഴിയുമ്പോൾ എല്ലാവരുടെ മെസ്സേജിന് റിപ്ലൈ ഉറപ്പായിട്ടും. ടെലഗ്രാം ഈ നമ്പർ സേവ് ചെയ്യുക, ടെലഗ്രാം ആപ്ലിക്കേഷനിൽ പോവുക, മെസ്സേജ് ഇടുക. പിന്നെ ഇതിൻ്റെ സിലബസ്, നമ്മൾ അതിൻ്റെ സിലബസ് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതിൻ്റെ സിലബസും കാര്യങ്ങളും നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവർ എക്സാംസ് ക്രാക്കർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ സെയിം യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ തന്നെയാണ് ഉള്ളതാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ എന്നുള്ളത് കേട്ടോ. അതിൻ്റെ സിലബസ് എന്ന് പറയുന്ന സാധനം ഫയർമാൻ ഡ്രൈവറിൻ്റെ, പോലീസ് ഡ്രൈവറിൻ്റെ സിലബസ് ഒക്കെ ഇതിനകത്ത് എടുത്ത് ഇട്ടിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സിലബസ് വേണമെങ്കിൽ ചോദിച്ചിട്ട് നിങ്ങൾക്ക് നെറ്റിൽ എല്ലാ സിലബസും കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ എടുത്തിട്ടുണ്ട്, വിസിറ്റ് സൈറ്റിലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ, ഞാൻ എൻ്റെ ലിങ്ക് തരാം. നമ്മുടെ ചാനലിൽ എവിടെയാണ് ഇട്ടിരിക്കുന്ന സിലബസ് എടുത്തിട്ട് ഫയലിൽ പോയി നോക്കിയാൽ മതി. ഫയലിൽ പോയി നോക്കിയിട്ട് കാണും, അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെടുത്ത് തരാം. പിന്നെ പുതിയ കോഴ്സിൻ്റെ കാര്യം, പുതിയ കോഴ്സ് നേരത്തെ എടുത്ത് പഠിച്ച കോഴ്സിൻ്റെ ഡീറ്റെയിലും അതിനകത്ത് പേയ്മെൻറ്റ് ചെയ്യേണ്ട ഈ സെയിം നമ്പർ, ഞാനിപ്പോൾ എഴുതി കഴിച്ച നമ്പറിലേക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വഴി ഗൂഗിൾ പേ, ഫോൺ പേ വഴി UPI ID വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ മെസ്സേജ് അയക്കാൻ പറയാം, അല്ലെങ്കിൽ ഡ്രൈവർ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് മുന്നേ എടുത്ത് പഠിച്ച ഉദ്യോഗാർത്ഥികളുടെ ഇഷ്ടം വന്നിട്ട് അഭിപ്രായമൊക്കെ അതിനകത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മാത്രം ജോയിൻ ചെയ്യാം എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ എന്താ പറയുക, പിന്നെ ഇതിൻ്റെ സിലബസ് APയുടെ സിലബസ് വന്നിട്ടുണ്ട്, ഫയറിൻ്റെ സിലബസും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ചാനലിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ആദ്യത്തെ ചാനൽ PSC ഹോൾഡേഴ്സ് എന്നാണ്. അത് കഴിഞ്ഞിട്ട് ഡ്രൈവർ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യണം ഡ്രൈവർ എക്സാംസ് ക്രാക്കർ എന്നുള്ളത്. അതിനകത്ത് നേരത്തെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ജസ്റ്റ് നമുക്ക് നോക്കാം. APO ഡ്രൈവറുടെ സിലബസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. താഴെ വന്നു കഴിയുമ്പം അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ എത്തവണ ആഡായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ 50 GK APO ഡ്രൈവർ അങ്ങനെ വിളിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. ഓക്കെ, പ്രിസൺ ഓഫീസർ ആയിട്ടാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഇത് APO കം ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ഉണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടില്ലേ ഇത് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ എന്നുള്ള പോസ്റ്റായിട്ടാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല അവസരമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്ക് ഇത് 4ാമത്തെ ടോപ്പിക്കായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ എല്ലാം ഈ ഒരു വീഡിയോയിൽ ഇനി പറയുന്നില്ല, ഇതിനകത്ത് അത്യാവശ്യം 40 മിനിറ്റായി. ഇതിനകത്ത് സിലബസിനെ 5 ആയിട്ടാണ് മെയിനായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. എത്രയായിട്ടാണ്? 5 ആയിട്ടാണ് മെയിനായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അത് ഒന്നാമത്തെ
ടോപ്പിക് എന്ന് വെച്ചാൽ പൊതുവിജ്ഞാനം ഒന്നാമത്തെ. ആ പൊതുവിജ്ഞാനത്തെ ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളവും ഭരണവും ഭരണ സംവിധാനവും അത് പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്നതാണ്. ഇപ്പോൾ 2-3 വർഷമായി എന്നിരുന്നാലും അത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അത് PSC ബുള്ളറ്റിനൊക്കെ ഒരു പ്രാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ ടോപ്പിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം, ഭൗതികശാസ്ത്രം, രസതന്ത്രം, കലാ, കായികം, സാഹിത്യം, സംസ്കാരം, ആനുകാലിക വിഷയങ്ങൾ, കറണ്ട് അഫയേഴ്സ്, പിന്നെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും 10 മാർക്ക്. എല്ലാത്തിൻ്റെയും മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ സ്പെഷ്യൽ ടോപ്പിക്ക് ജോലിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടാണ്. താഴത്തെ സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക്. നിങ്ങൾക്ക് അത് APO ഡ്രൈവർക്കും ഫയർമാൻ ഡ്രൈവർക്കും പോലീസ് ഡ്രൈവർക്കും ഈ സെയിം കോഴ്സ് യൂസ് ചെയ്യാം. റെക്കോർഡ് ക്ലാസ് ആണ്. പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് നമുക്ക് ലഭിക്കാമെന്ന് ഓർത്തിരിക്കാം. ഓക്കെ. ഇതിൻ്റെ നമുക്കില്ലാത്ത കാര്യമാണ് ഇനിയിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അത് നമുക്കില്ല, എന്നിരുന്നാലും കാണിച്ചു തരാം. സ്പെഷ്യൽ ടോപ്പിക്കാണ്. നമ്മൾ ക്ലാസ് ഒന്നും എടുക്കുമ്പോൾ ഇതില്ല കേട്ടോ. ഞാൻ ചുമ്മാ കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്കിടെ അറിവിലേക്ക് വേണ്ടിയിട്ട്. അത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഏത് വിളിച്ചിരിക്കുന്നത്? APO ജയിൽ ഡ്രൈവറുണ്ട്. കേരള ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തന രീതിയും 5 മാർക്കിനുണ്ട്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പറയുന്നുണ്ട്. വിവരാവകാശ നിയമം അത് നമ്മൾ പിന്നെ എല്ലാവരും പഠിക്കുന്നത് 2005 വിവരാവകാശ നിയമം അത്യാവശ്യം എല്ലാ PSCക്ക് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കുന്നതായിരിക്കും. പിന്നെ മനഃശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. മനുഷ്യൻ്റെ സ്വഭാവവും പ്രതികരണവും, മനോവിശ്ലേഷണ സിദ്ധാന്തം, ആക്രമണോത്സുകത, ഇച്ഛാഭംഗം, മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വ്യക്തിയും സമൂഹവും, സംയോജനം, അഭിപ്രേരണ, ബുദ്ധി, ബഹുമുഖ സിദ്ധാന്തം. അത്രയാണ്. ഈ പോലീസ് ഡ്രൈവർ മറ്റ് ഡ്രൈവർ തസ്തിക വെച്ചാൽ ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇച്ചിരി കുറവാണ് എന്ന് തോന്നുന്നു. ഓക്കെ. പിന്നെ നമ്മളെടുക്കുന്ന 30 മാർക്കിൻ്റെ ഡ്രൈവർ പാർട്ട് ഇതാണ് നമ്മളെടുക്കുക. 30 മാർക്കിൻ്റെ നിങ്ങൾക്ക് 3 യൂസ് ചെയ്യാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഓക്കെ. മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ് ജോയിൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. എനിക്കറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വേഗം തന്നെ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ശരി, താങ്ക് യു.